രാഷ്ട്രീയത്തിൽ ഇന്ന് വീശിയടിക്കുന്നത് മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ ജനങ്ങളെ വിസ്മരിച്ച പിണറായി സർക്കാരിന് ഓരോ മേഖലയിൽ നിന്നും കനത്ത പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കുമെതിരെ അഴിമതിയുടെയും ക്രിമിനൽ കേസുകളുടെയും കുരുക്ക് മുറുകുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന തരം താണ രാഷ്ട്രീയമാണ് CPM ഇപ്പോൾ പയറ്റുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM അനുകൂല മാധ്യമങ്ങൾ മസാല വാർത്തകൾ ചമച്ചും ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടും പ്രതിരോധം തീർക്കാൻ നോക്കിയെങ്കിലും അതെല്ലാം ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. ഇതിനിടയിലാണ് സർക്കാരിന് ഏറ്റവും ഒടുവിൽ ആന്റണി രാജുവിന്റെ രൂപത്തിൽ കനത്ത തിരിച്ചടി ലഭിക്കുന്നത്. ലഹരിക്കടത്ത് കേസിലെ തൊണ്ടി മുതൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നുമുണ്ടായ വിധി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. മയക്കുമരുന്ന് കടത്തും സ്വർണ്ണക്കൊള്ളയും ഒക്കെയായി LDF മുന്നണി തന്നെ പ്രതിരോധത്തിലാകുന്ന ഈ സമയത്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തകർക്കാൻ പുനർജനി എന്ന പഴയ കേസ് CPM പൊടിതട്ടിയെടുക്കുന്നത്. VD സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നതു മുതൽ പിണറായി സർക്കാരിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് UDF നടത്തുന്ന ഓരോ മുന്നേറ്റവും സതീശൻ എന്ന തന്ത്രശാലിയായ നേതാവിന്റെ വിജയമാണ്. നിയമസഭയിൽ സർക്കാരിനെ അക്കമിട്ട് ചോദ്യം ചെയ്യുന്ന ഭരണപക്ഷത്തിന്റെ അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന സതീശനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വന്നപ്പോഴാണ് പുനർജനി പദ്ധതിയുടെ പേരിൽ വിജിലൻസ് അന്വേഷണവും CBI അന്വേഷണ ശുപാർശയും സർക്കാർ കൊണ്ടുവന്നത്. പറവൂർ മണ്ഡലത്തിൽ പ്രളയബാധിതർക്ക് വീടുണ്ടാക്കി നൽകാൻ വിദേശത്തു നിന്നും പണം പിരിച്ചു എന്നതായിരുന്നു ആരോപണം. എന്നാൽ വർഷങ്ങളായി വിജിലൻസ് അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഈ കേസിൽ ഇപ്പോൾ പെട്ടെന്ന് CBI അന്വേഷണം വേണമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുള്ള വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുന്ന ഒരു ഗവൺമെന്റ് അവസാനമായി പ്രയോഗിക്കുന്ന വിഷായുധമാണ് ഇതെന്ന് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സതീശനെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നതിലുപരി കോൺഗ്രസ് പ്രസ്ഥാനത്തെ തന്നെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. FCRA നിയമലംഘനം ആരോപിച്ച് ഒരു ജനകീയ നേതാവിനെ അഴിക്കുള്ളിലാക്കാം എന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. പ്രളയകാലത്ത് ജനങ്ങളെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ നൽകിയ സഹായത്തെ ക്രമക്കേടായി ചിത്രീകരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആന്റണി രാജുവിന്റെ കേസിൽ കോടതിയിൽ സർക്കാർ എടുത്ത നിലപാടും സതീശന്റെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന അമിത ആവേശവും താരതമ്യം ചെയ്താൽ തന്നെ ഇതിലെ ഇരട്ടത്താപ്പ് വ്യക്തമാകും. സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ തല തന്നെ വെട്ടുക എന്ന CPM അജണ്ടയുടെ ഭാഗങ്ങളാണ് ഈ അന്വേഷണങ്ങൾ. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ VD സതീശനോ UDFോ മുട്ടുമടക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. CPMന്റെ ഈ പകപോക്കൽ രാഷ്ട്രീയത്തെ ജനകീയ കോടതിയിൽ തുറന്നു കാട്ടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സർക്കാരിന്റെ അഴിമതികളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നാടകം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. കോൺഗ്രസിനെ തകർക്കാൻ നോക്കുന്ന ഗൂഢലക്ഷ്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വേട്ടയാടൽ രാഷ്ട്രീയത്തിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുകയും ചെയ്യും. ക്യാപ്റ്റൻ എന്ന നിലയിൽ VD സതീശൻ നടത്തുന്ന മുന്നേറ്റം തടയാൻ നോക്കുന്നവർക്ക് സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. സതീശനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ കരുത്തനായി ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് ഷാഫി പറഞ്ഞതുപോലെ CPMന്റെ ഈ നീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നാം വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഈ വിഷയത്തിൽ ഷാഫിയുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. 100% വിഫലമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും അത്. ജനങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളും. കാരണം ഒന്നുമില്ല അതിനകത്ത്. ഈ 4-5 വർഷം ആദ്യമേ അടയിരുന്ന് നോക്കിയതല്ലേ. അവരുടെ നിയമോപദേശം വിദഗ്ധോപദേശം ഒക്കെ കിട്ടിയിട്ട് അതിനകത്തൊന്നും ഇല്ലയെന്ന് കണ്ടെത്തിയത് കൊണ്ടായിരുന്നല്ലോ ഇത്രയും കാലം അത് പിടിച്ചു വെച്ചത്. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ചെയ്യുമായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ പുനർജനി അവരാ നടപ്പിലാക്കുന്നത്. ക്ലോസ് ചെയ്തൊരു സാധനത്തെ പുനർജനിപ്പിക്കാനും വാർത്തയുണ്ടാക്കാനും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. യഥാർത്ഥത്തിൽ ഒരു എലക്ഷൻ സ്റ്റണ്ടാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് പറയാനുണ്ടാവുക. കാരണം അതിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി. അവരുടെ തന്നെ വിജിലൻസും അതിൻ്റെ സംവിധാനങ്ങളും ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിലെടുത്ത നിലപാട് എന്താണെന്നൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഒന്നും ഇല്ലാത്തൊരു സാധനത്തെ ഇപ്പോൾ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ അതിൽ തന്നെ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ വായിച്ച വാർത്തയിൽ തന്നെ പറയുന്നു 1 വർഷം മുമ്പ് എങ്ങാണ്ട് ഉണ്ടായതാണെന്നുള്ളത്. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നത് കൊണ്ട് അവിടെ മൂടി വെക്കപ്പെട്ട സാധനം ഇപ്പോൾ ഇലക്ഷനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തതിൻ്റെ പേരിൽ ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുമ്പോൾ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പൊക്കിയെടുത്തിട്ടാണെങ്കിലും ഒരു ഇലക്ഷൻ സ്റ്റണ്ട് നടത്തി നോക്കുക എന്നുള്ളതാണ്. 100% വിഫലമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും അത്. ജനങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളും. കാരണം ഒന്നുമില്ല അതിനകത്ത്. ഈ 4-5 വർഷം ആദ്യമേ അടയിരുന്ന് നോക്കിയതല്ലേ.
അവരുടെ നിയമോപദേശം വിദഗ്ധോപദേശം ഒക്കെ കിട്ടിയിട്ട് അതിനകത്തൊന്നും ഇല്ലയെന്ന് കണ്ടെത്തിയതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും കാലം അത് പിടിച്ചു വെച്ചത്. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേ ചെയ്യുമായിരുന്നല്ലോ. അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത്? അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവില്ലേ കൂടുതൽ? അവരല്ലേ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ആശങ്കകളില്ല. ഞങ്ങൾക്ക് UDF ഒരാശങ്ക അക്കാര്യത്തിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. അത് ദയനീയമായി പരാജയപ്പെടും. ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ്. ഞങ്ങളതൊന്നുമല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാനത്തെ അടവുകളിലൊന്നും ഇനിയും വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒരു മാസം പിന്നെ 1.5 മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷന് കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒന്നുമില്ല എന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സ്ഥാനത്ത് പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ്. അതിൻ്റെ ഫർദർ ആക്ഷൻസ് ആണ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവേണ്ടത്, SIT-യിൽ നിന്നുണ്ടാവേണ്ടത്. അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറുതി ഉണ്ടാവേണ്ടത്. അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത്. അത് ഞങ്ങൾ ചോദിക്കും. പ്രതിപക്ഷ നേതാവ് ചോദിക്കും, KPC പ്രസിഡന്റ് ചോദിക്കും, KC ചോദിക്കും, UDF ചോദിക്കും. ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനം കുത്തലുകൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഇത്തരത്തിൽ UDF നേതാക്കൾക്കെതിരെ ചില അന്വേഷണങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇതെല്ലാം തന്നെ ഇതിന്റെ ഈ രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അവർ ഈ സമയത്ത് ഈ 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾ 1 by 1 വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത്. പഞ്ചായത്തിൽ, ബ്ലോക്കിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, ജില്ലാ പഞ്ചായത്തിൽ, സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും UDFന്റെ വലിയ മുന്നേറ്റം ഉണ്ടായതിൻ്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ വിധി എഴുതി എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ്. ഒരു പാട്ടിൻ്റെ പാരഡിയുടെ അകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത, അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ പ്രതികരണമായിരുന്നു. അപ്പം അത് പരാജയപ്പെട്ടു. ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു. ഇപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പം ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് നേതാക്കൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു. ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. അപ്പം ഞങ്ങൾ ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ്. അപ്പം അതിനൊരു ഡീവിയേഷൻ വേണം. അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും. UDFന്റെയും അദ്ദേഹത്തിൻ്റെയും UDFന്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDFന്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ്. ഇതിപ്പോൾ എടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ച് അറിഞ്ഞ് മൂടി വെച്ച ഒരു സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടിപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ പറയുന്നു, ഒരു വർഷം മുമ്പേ വീഡിയോ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു ശുപാർശ വന്നിട്ടുള്ളത്. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അന്വേഷണം നടത്തിയത്. 5 കൊല്ലം അധികാരത്തിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ, കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ. എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിൻ്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് നിലനിൽപ്പില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിൻ്റെ ഇൻറ്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്.